ഇന്ന് ഞാൻ ചെറു ചൂടുള്ള എണ്ണ കൊണ്ട് ഒരു ഹോട്ട് മസാജ് ചെയ്തതിന് ശേഷം മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ നല്ലൊരു ഹെയർ പാക്ക് കൂടെ ചെയ്യുന്നുണ്ട്. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ കുറച്ച് എണ്ണ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അതിനായി ഒരു സ്റ്റീൽ ചരുവം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വാവിസ്താരം കുറഞ്ഞ ഒരു പാത്രം എടുത്തിട്ട് അതിന്റെ കാൽഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിൽ ഇറക്കി വെക്കാൻ പാകത്തിന് ഒരു ചെറിയ പാത്രം എടുക്കാം. ഇപ്പം സ്റ്റീലിന്റെ ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുക്കുന്നത്. നമ്മൾ ഏതെണ്ണയാണോ മുടിയിൽ തേച്ചുകൊണ്ടിരിക്കുന്നത് ആ എണ്ണ തന്നെ എടുക്കാം. ഇതൊന്നുമില്ല, പച്ച വെളിച്ചെണ്ണ എടുത്താലും മതി. ഇനി സ്റ്റൗ ഓൺ ചെയ്യാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഹെർബൽ ഓയിലാണ്. ഈ എണ്ണ തലയിൽ തേച്ച് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടി തഴച്ചു വളരാൻ വേറൊന്നും വേണ്ട. ഈ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ഇപ്പോൾ ഇതിലൊഴിച്ച് വെള്ളം ചെറുതായി ചൂടായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബൗളിലെ എണ്ണയും ചൂടാകുന്നുണ്ട്. വിരലിടാൻ പാകത്തിനൊരു ചൂടിന് സ്റ്റൗ ഓഫ് ചെയ്യാം. എണ്ണ ചൂടാക്കാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ തലമുടിയിലെ ചെടയെല്ലാം നന്നായി കളഞ്ഞിട്ട് വേണം തുടങ്ങാൻ. മുടിയിലെ ചെട കളയുമ്പോൾ എപ്പോഴും മുടിയുടെ താഴെ നിന്നുള്ള ചെട വേണം ആദ്യം കളഞ്ഞു തുടങ്ങാൻ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മുടി അധികം പൊട്ടിപ്പോകാതിരിക്കാൻ സഹായിക്കും. മുടിയിൽ എന്ത് പാക്ക് ഇടുവാണേലും മുടി ഷാമ്പു ഇട്ട് കഴുകി മുടിയിലെ അഴുക്കെല്ലാം നന്നായി കളഞ്ഞതിന് ശേഷം വേണം പാക്ക് ഇടാൻ. ഇനി ഇതിന്റെ ചൂടാറുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ തലയിൽ തേക്കാം. എണ്ണയ്ക്ക് കൈതൊടാൻ പാകത്തിനുള്ള ചൂട് മതി. ആദ്യമേ തന്നെ തലയുടെ ഉച്ചി കുറച്ച് നല്ലോണക്ക് എണ്ണ തേച്ച് കൊടുക്കാം. ഇതുപോലെ കൈ വെച്ച് കഴിഞ്ഞാൽ 8 വിരലുകളുടെ അപ്പുറത്തായിട്ട് കുറച്ചെണ്ണ കൈയുള്ളിൽ ഒഴിച്ച് തലയിൽ പൊത്തി കൊടുത്താൽ മതി. പിന്നെ വിരലിന്റെ തുമ്പത്ത് എണ്ണയാക്കിയിട്ട് തലയിലെല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. വലിയ പ്രഷറൊന്നും കൊടുക്കാതെ വേണം മസാജ് ചെയ്യാൻ. വിരൽ മുക്കാൻ പാകത്തിനുള്ള ചൂട് മാത്രമേ എണ്ണയ്ക്കാകാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഗുണത്തിന് പകരം ദോഷം ചെയ്യും. ഇടയ്ക്കിടയ്ക്കുള്ള ഹോട്ട് മസാജിങ്ങിലൂടെ മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. താരന്റെ പ്രശ്നമുള്ളവർക്കും ഈ ചൂടെണ്ണ വെച്ചുള്ള മസാജ് വളരെ നല്ലതാണ്. തലയോട്ടിയിൽ നല്ല രീതിയിലുള്ള രക്തോട്ടം കിട്ടുകയും അതിലൂടെ മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാനും ഇങ്ങനെയുള്ള മസാജ് സഹായിക്കുന്നു. വിരലുകളുടെ അറ്റം വെച്ച് അധികം പ്രഷർ കൊടുക്കാതെ വേണം മസാജ് ചെയ്യാൻ. തലയിൽ സ്കിൻ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലുള്ള മസാജ് ചെയ്യാൻ പാടില്ല. ഡ്രൈ ആയിട്ടുള്ള മുടിയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഹോട്ട് മസാജ് വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള ഹോട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറി മുടി നന്നായി തഴച്ചു വളരും. ഇപ്പം ഞാൻ തലയോട്ടിയിലെല്ലാം നന്നായിട്ട് തേച്ച് നല്ല മസാജ് കൊടുത്തിട്ടുണ്ട്. കൈയുടെ ചെറുവിരലിന്റെ ഈ ഭാഗം വെച്ച് തലയിൽ ഇങ്ങനെ തട്ടി കൊടുക്കുന്നത് ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കും. ഇങ്ങനെ മുടി മൊത്തം തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ 10-15 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം. തണുപ്പ് കാലത്ത് ശരീരമൊക്കെ ഡ്രൈ ആകുന്നത് പോലെ തന്നെ മുടിയും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് പറ്റിയൊരു ഹെയർ പാക്കാണ് ഇന്ന് ചെയ്യുന്നത്. അതിനായി അലോവേര എടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള അലോവേര ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് അലോവേരയിൽ നിന്ന് 2 ടീസ്പൂൺ എടുക്കാം. അലോവേര മുടിയുടെ ജലാംശം നിലനിർത്താൻ സഹായിക്കും. തലയോട്ടിയിലെ ചൊറിച്ചിലും താരനും അകറ്റി മുടി വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനും ഇത് വളരെ നല്ലതാണ്. പിന്നെ വേണ്ടുന്നത് 2 പഴമാണ്. ഇതിനായി ഏതുതരം പഴം വേണേലും എടുക്കാം. പക്ഷെ നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാൻ. നമ്മുടെ ഓരോരുത്തരുടെയും മുടിയുടെ നീളവും തിക്നെസ്സും ഒക്കെ അനുസരിച്ച് പഴം കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ അകാലനരയെ തടയാനും മുടിയുടെ കട്ടി കുറയൽ, വരൾച്ച, പൊട്ടൽ ഇതൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നു. അതുപോലെ മുടിയെ നല്ല തിളക്കവും മിനുസവും ഉള്ളതാക്കി മാറ്റുന്നു. പിന്നെ ഇതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തലയിൽ തേക്കാൻ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ തന്നെ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെറും പച്ച വെളിച്ചെണ്ണ എടുത്താലും മതി. പിന്നെ വേണ്ടുന്നത് 2 വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു ഗുളികയാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. ഇത് ഡ്രൈ ആയിട്ടുള്ള മുടി സോഫ്റ്റ് ആക്കി എടുക്കാനും മുടി കൊഴിച്ചിൽ തടയാനും സഹായിക്കും. ഇനി ഇതിന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഇതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി ഇത് തലയിൽ തേക്കാം. ഹോട്ട് മസാജ് ചെയ്തതിന് ശേഷം മുടി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഹോട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഇത് തലയിൽ തേക്കാം. ഇത് തലയിൽ തേക്കുമ്പോൾ തലയോട്ടിയിലും മുടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ ആഴ്ചയിലൊരിക്കൽ മുടിക്ക് വേണ്ടുന്ന പോഷകങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മുടി നല്ല ഉള്ളോടെ പൊട്ടിപ്പൊഴിഞ്ഞു പോകാതെ നല്ല ആരോഗ്യത്തോடு തന്നെ ഇരിക്കും. മുടിയിലെല്ലാം നന്നായിട്ട് പാക്ക് ഇട്ടതിന് ശേഷം പ്ലാസ്റ്റിക് കവറോ ഷവർ ക്യാപ്പോ വല്ലതും ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പാക്ക് മുടിയിൽ ഉണങ്ങി പിടിച്ചിരിക്കുകയും മുടി കഴുകുമ്പോൾ മുടിക്ക് ഡാമേജ് ഒക്കെ ഉണ്ടാകും.
അതുകൊണ്ട് ഇതുപോലെ ഷവർ ക്യാപ്പ് ഇട്ട് 10-15 മിനിറ്റിന് ശേഷം ഷാമ്പൂ ഇട്ട് കഴുകിക്കളയാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.